ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതാണ് എൻ്റെ റൂമിൻ്റെ കോളം. 2-3 ദിവസമായിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാരണം റൂമൊന്നും നോക്കാൻ നേരം കിട്ടില്ല. അല്ലെങ്കിലും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂം പൊതുവേ ഇങ്ങനെയാണ്. ഇത് ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ച കുറച്ച് ബലൂണാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡോഗ് ഉണ്ടല്ലോ, റോക്കി എന്ന് പറഞ്ഞാൽ, അവന് ബലൂൺ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ വീർപ്പിച്ച് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച് വെക്കണേ. അങ്ങനെ ആദ്യം തന്നെ റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് സേവനവാരമാണ് എനിക്ക്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ടേബിൾ കൊടുക്കാൻ വേണ്ടി കുറേ തുണിയൊന്നും നോക്കിയാടുന്നു. പക്ഷേ നല്ല തുണിയൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പം അമ്മ പറഞ്ഞു ഈ സഞ്ചി എടുത്ത് ടേബിൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊരു തുണി സഞ്ചിയാണ്. എന്നിട്ട് സഞ്ചി എടുത്ത് ഞാൻ ടേബിൾ തുടക്കുന്ന. ഈ ടേബിൾ കവർ മാറാറായി, കുറച്ച് കീറിയൊക്കെ ഇരിക്കുന്നത്. അപ്പം നല്ലൊരു ടേബിൾ കവർ ഞാൻ ഇന്നലെ വാങ്ങിച്ചായിരുന്നു. ഇത് നിസ്സാര പൈസ കേട്ടോ. എത്ര 90 രൂപ എങ്ങാണ്ടുള്ളൂ ഈ ടേബിൾ കവറിന്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് അടുത്തുള്ളൊരു വിശാൽ മാർട്ടിൽ നിന്ന്, ഞങ്ങളുടെ ഈ എടപ്പള്ളിയിൽ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണത്. 6 മണി തൊട്ട് ഇരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റൂം കണ്ടപ്പോൾ പിന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 6:30 ആവാൻ പോകുന്നു. അപ്പോൾ ഇത് പഠിക്കാനുള്ള ബുക്കാണ്. ഓപ്ഷണലിൻ്റെ ബുക്ക് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല പൊടിയായിരുന്നു. അത് കാരണം കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് ചായയും കുടിച്ച് വന്നിട്ടാണ് പഠിക്കാനിരുന്നത്. അപ്പോഴേക്കൊരു 7-7:30 മണിയായി കാണും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തത് ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ന് എക്കണോമിക്സാണ് ഞാൻ കോറായിട്ട് നോക്കാൻ പോകുന്നത്. അതായത് മെയിൻ ഫോക്കസ് ഇന്ന് എക്കണോമിക്സിലോട്ടാണ്. റിവിഷൻ ചെയ്യുന്ന, പിന്നെ 2-3 ടോപ്പിക്സ് പഠിക്കാനുണ്ട്, അത് പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എക്കണോമിക്സിൽ. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്കണോമിക്സ്, പൊളിറ്റിയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, അതാണ് എൻ്റെ ഓപ്ഷണൽ. പക്ഷേ എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹിസ്റ്ററി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഹിസ്റ്ററി ഞാൻ ഓപ്ഷണൽ ചേഞ്ച് ചെയ്തായിരുന്നു. ഫസ്റ്റ് എൻ്റെ ആന്ത്രപ്പോളജി ആയിരുന്നു ഓപ്ഷണൽ. പക്ഷേ ഞാനിതിപ്പോൾ മാറ്റി. എനിക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. പിന്നെ ഒരു കോച്ചിങ്ങിന് ഓപ്ഷണലിൻ്റെ ഒരു കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ അത്രയധികം പൈസ ഇല്ല അതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ. സോ അത് കാരണം ഞാൻ എൻ്റെ ഓപ്ഷണൽ ചേഞ്ച് ചെയ്തു. എൻ്റെ ഓപ്ഷണൽ ഹിസ്റ്ററി ആക്കി. ഞാൻ അറിയാം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ഡിസിഷനാണെന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാം, ഒന്നും ഇല്ലാതിരിക്കുന്നതിന് നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്. ഹിസ്റ്ററി എനിക്ക് വായിച്ചാൽ മനസ്സിലാകുന്നൊരു സബ്ജക്റ്റാണ്. പോരാത്തതിന് എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പല പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാമായിരുന്നു എനിക്ക് ഹിസ്റ്ററി ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. എനിക്ക് ഹിസ്റ്ററി ആദ്യം തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് എക്കണോമിയും പൊളിറ്റി. പക്ഷേ എനിക്കിപ്പോൾ ഹിസ്റ്ററി പഠിച്ചിട്ട് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാകുന്നുണ്ട് ഹിസ്റ്ററി. എനിക്ക് മോഡേൺ ഇന്ത്യ ഒത്തിരി ഇഷ്ടമാണ്. മെഡീവൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മോഡേൺ ഇന്ത്യ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന, എനിക്ക് സോഷ്യോളജി ഒന്നും അത്രയ്ക്ക് അറിയില്ല. സോ എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. സോ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ആന്ത്രപ്പോളജി എനിക്ക് മെറ്റീരിയൽ കുറച്ച് അവൈലബിലിറ്റി കുറവുണ്ട്. പിന്നെ കുറച്ച് ടേംസിന് എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഒരു കോച്ചിങ് വേണം എനിക്കൊന്ന് തോന്നി. പക്ഷേ കോച്ചിങ്ങിന് പോകാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇപ്പോൾ നമുക്കില്ല. അത് കാരണം തന്നെ നമ്മൾ ആന്ത്രപ്പോളജി എന്ന ചാപ്റ്ററിന് ബൈ പറഞ്ഞ് ഹിസ്റ്ററി എടുത്ത്. അറിയാം ഭയങ്കര റിസ്കി ഡിസിഷനായിരിക്കുക. ഇതൊക്കെ കാണുന്ന ആരും ഇതൊന്നും അനുകരിക്കാൻ നിൽക്കരുത്, ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ എനിക്കതെടുത്ത് പറ്റുള്ളൂ. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു വന്നിട്ട് ഞാൻ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. ഇത് ഞാൻ മറ്റേ കുക്കറിലൊക്കെ ഉണ്ടാക്കി കുളമാക്കിയൊരു കേക്കാണ്. പിന്നെ അതെടുത്ത് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ പൊളിറ്റി റിവൈസ് ചെയ്യാൻ കരുതി. ഇതെപ്പോഴും മറന്നു പോകുന്ന പോർഷനാണിത്. ഈ പൊളിറ്റിയിലുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എത്രയൊക്കെ പഠിച്ചാലും ശരി, ഈ സംഭവം എനിക്ക് വീണ്ടും മറന്നു പോകും. പക്ഷെ എന്താ ചെയ്യാമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇത് ഷോർട്സ് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ പോലും ഞാൻ മറന്നു പോകുന്നത്, എനിക്ക് പറ്റണില്ലത്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ മറന്നുപോയി. പിന്നെ ഇത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ എനിക്ക്. ഹിസ്റ്ററി ഓപ്ഷനിലായാലും ഇതിലായാലും പ്രിലിംസിലായാലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് കാരണം പഠിക്കാൻ തന്നെ കുത്തിയിരിക്കുക. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് തിന്നണ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഈ കേക്കും കഴിച്ച്
ഇത് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എന്ത് പഠിച്ചാലും എഴുതി പഠിക്കുകയുള്ളൂ. എൻ്റെ തലയിൽ നിൽക്കണമെങ്കിൽ അത് എഴുതി കഴിഞ്ഞാലേ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിലെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഈ എഴുതി പഠിക്കുന്നത്. പിന്നെ ഈ എഴുതി പഠിക്കുന്നതിന് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഉപയോഗം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു 5 പ്രാവശ്യം വായിക്കും. 5 പ്രാവശ്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതും. അത് നോക്കി തന്നെ എഴുതും. 7ാമത്തെ പ്രാവശ്യം അത് കാണാതെ എഴുതും. പിന്നെ ആ ടോപ്പിക്ക് എന്തെങ്കിലും പൊട്ടും പൊടി എക്സാം ഹാളിലെത്തുമ്പോൾ നമുക്കൊന്നും തലയിലില്ല എന്ന് വിചാരിക്കും. പക്ഷേ എനിക്കതെല്ലാം കിട്ടും. നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ അത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് കോളേജ് എക്സാമിന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചത്. ഇങ്ങനെ ഞാൻ എന്ത് പഠിച്ചാലും അത് എഴുതിയേ പഠിക്കുകയുള്ളൂ. പക്ഷേ എക്സാമിന് മുമ്പ് വരെ എന്നോട് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല, ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ വായും തുറന്നിരിക്കും. പക്ഷേ എക്സാം ഹാളിൽ വന്ന ആ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത്തിരി സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നെ അത് ഓക്കെ ആയിരിക്കും. ഇനി ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ മുജിറ്റോ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അതിൻ്റെ ഒപ്പം ഒരു കിറ്റ് കാറ്റും കൊണ്ടുവന്ന് ഇതാ അനിയത്തി കൊണ്ടുവന്ന് തന്നത് കിറ്റ് കാറ്റ്. അമ്മയാണ് മുജിറ്റോ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. നല്ല രസമുണ്ടായിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളിൻ്റെ മുജിറ്റോ ആയിരുന്നു. അതും കുടിച്ച് പിന്നെ കിറ്റ് കാറ്റും കഴിച്ചുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ അടുത്തത് ജോഗ്രഫിയാണ്. സമയം ഇപ്പോൾ 6:30 ആവാൻ പോകണം, 6:20 അപ്പോൾ ജോഗ്രഫിയിലെ മിനറൽസ് എന്ന് പറഞ്ഞ പോർഷനാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിനറൽസിനെ കുറിച്ചിട്ട്, അതായത് മൈനർ മിനറൽസിനെ കുറിച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി ന്യൂസിലൊക്കെ ഉണ്ട്. ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡൗൺ ടു എർത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ എൻവയോൺമെൻറ്റിൻ്റെ ഒരു മാഗസിൻ പോലത്തെ ഒരു സംഭവമാണ് ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ ഇത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും. അതിൽ സാൻഡ് മൈനിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് പോകുന്നുണ്ട്, ന്യൂസൊക്കെ വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാം. മേജർ മിനറൽസിനെ കുറിച്ചിട്ടും മൈനർ മിനറൽസിനെ കുറിച്ചിട്ടും. മൈനർ മിനറൽ ഉൾപ്പെടുന്നതാണ് സാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് എനിക്ക് വന്ന പാക്കേജാണ്. ഇതിൽ ഞാനൊരു റൈറ്റിംഗ് പാഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്ത് എഴുതിയാലും എഴുതി പഠിക്കാനുള്ള അപ്പോൾ ഒത്തിരി ബുക്കാണ് ഇങ്ങനെ പോകുന്നത്. അത്രയും ബുക്ക് വാങ്ങിച്ചതിന് നമുക്ക് ആശ കളയുന്നത് ഇത് പറഞ്ഞാൽ വാങ്ങിച്ചാൽ പോരെയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ വാങ്ങിച്ചാണിത്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചത്. കണ്ടില്ല, ഞാൻ ഇത് എഴുതിയിട്ട് ഇത് മായുന്നുണ്ടായിരുന്നില്ല. സോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ കുറേ നേരം ഇതിൽ സ്വിച്ച് അമർത്തി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരുതി എൻ്റെ കാശ് പോയി റിട്ടേൺ അടിക്കേണ്ടി വരുമെന്ന് കരുതി. പക്ഷേ ഞാൻ റിട്ടേൺ അടിക്കാൻ ആമസോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, അത് ഇതാക്കണമെന്ന് അതിൽ പറഞ്ഞത്. അങ്ങനെ ഞാൻ ബാക്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ട് ചെയ്ത് നോക്കി. സംഭവം വർക്കാവുന്നുണ്ട്, കൊള്ളാം. എന്നിട്ട് ഞാൻ വിഷൻ്റെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ നോക്കിയതാണ്. വിഷൻ്റെ മാഗസീനാണ് എടുത്തേക്കുന്നത്. അവിടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് വായിച്ച് അത് എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത്.
സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.